എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിന്റെ എപ്പിസോഡ് 103 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഷിയോയൻ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നതിനുള്ള തുടക്കം പോലെ ലിന്യാനെ കൊണ്ടുപോകണം എങ്കിൽ വാങ്ചനായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അതിന് സമ്മതിച്ച് നിൽക്കുകയാണ്. ക്യുവാൻ ലൈനോട് ക്ലിയർ ആക്കാനായിട്ട് പറയുമ്പോൾ അവിടെയുള്ള ആൾക്കാരോട് മാറാനായിട്ട് പറയുകയാണ്. അതുപോലെ മത്സരിച്ചുകൊണ്ടിരുന്നവരും ഫെങ് ജിയാന് ലയിക്കുവാൻ അവരെല്ലാവരും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് കാണാനായിട്ടിരിക്കുന്നു. ഫെങ്കുങ്ങറിലും ടാങ്ങിങ്ങും അവിടെ നിന്ന് മാറി ക്യുവാൻ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണെന്ന് വാങ്ചൻ ഹാഫ് സ്റ്റെപ്പ് ഡൗസോങ് ആണ്. മറ്റേ ഷിയോന്റെ ആണെങ്കിൽ അത് അറിയാൻ കഴിയുന്നില്ല. അവനോട് പറയുന്നുണ്ട്, ഇതാണ് നിന്റെ ടൈം, നീയാണ് ഇതുവരെ തുടക്കി വെച്ചത്, നീ തന്നെ ഇതിന് ഒടുക്കം കണ്ടെത്തണം. ഇതില് നിനക്ക് കഴിഞ്ഞില്ലേ? വാങ്ചൻ പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. നമ്മുടെ പൗലിനെ അപമാനിച്ച ഇവനെ കണ്ടോ? ഷിയോയൻ ലിന്യാനോട് പിൽസ് കൊടുത്തിട്ട് അവനോട് പൊക്കളാനായിട്ട് പറയുന്നു. വാങ്ചൻ അപ്പോൾ എനിക്ക് 3 മൂവില് തീർക്കാൻ കഴിയുമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫൈറ്റ് തുടങ്ങി അവന്റെ ഒരു സ്കില്ല് ഉപയോഗിച്ച് അവിടെ മുഴുവൻ കറങ്ങി വരുന്നു. പെട്ടെന്ന് ഷിയോന്റെ അടുത്തേക്ക് വന്നു. എന്നാൽ അത് മനസ്സിലാക്കി റൂളർ വെച്ച് തടഞ്ഞു. ആ റൂളർ കണ്ട് ഫെങ്ങിനെ വരെ അതിശയം. റൂളർ ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്നതിൽ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒന്ന് വാമപ്പ് ചെയ്തല്ലേ എന്ന് പറഞ്ഞ് പിന്നെ വരുന്നുണ്ട്. അങ്ങനെ ഫൈറ്റ് കുറച്ചു നേരം പല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നു. അതെല്ലാം ഷിയോനെ എതിർക്കുന്നു. അവൻ മനസ്സിലായി അവന്റെ ഐഡന്റിറ്റി അത് എക്സ്പോസ് ആകാതെ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കണം എന്നാണ് കരുതുന്നത്. അതിന് പെട്ടെന്ന് തന്നെ ഇത് തീർക്കണം. ആ മനസ്സിൽ വെച്ചാണ് ആ രീതിയിലാണ് അറ്റാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഡൗ ഹുവാങ് പീക്ക് ലെവൽ ആയതുകൊണ്ട് ഇനി അവൻ അങ്ങനെ ഒരു സ്കില്ല് അത് യൂസ് ചെയ്യുന്നു. അത് ഹാഫ് സ്റ്റെപ്പ് ഡൗ സോങ് ആണ് എന്നത് അവിടെ ഉള്ളവർക്ക് മനസ്സിലായി. ഷിയോയൻ ഒരു ഡൗ സോങ് ആണ് എന്നത് അറിയില്ല. എന്ത് തന്നെയായാലും 3 രൂപ ആയിട്ടൊക്കെ വന്നാൽ നോക്കുന്നുണ്ട്. അതെല്ലാം സ്കിപ്പായിട്ട് മാറിയാണ് പോകുന്നത്. ആ മൂർച്ചുള്ള ബ്ലേഡൊക്കെ നക്കി നോക്കാണ് മുറിയോടെ. അങ്ങനെ പിന്നെയും കുറെ നേരം നോക്കി ബോൺ എറോഡിങ് ബ്ലേഡ് എന്നൊരു സ്കില്ല് അത് ഉപയോഗിക്കുന്നു. അതിനെ എതിർക്കാനായിട്ട് മറ്റേ മറന്നുപോയി, മറ്റേ റൂളർ സ്കില്ലുണ്ടല്ലോ, അതിലെ ഒരു സ്കില്ല് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഡൗസോ ലെവൽ റീച്ച് ചെയ്തു എന്ന് പറഞ്ഞ അതിശയമാണ് ലിന്യാനും ടാങ്ങിങ്ങിനും. ലൈ അപ്പോൾ വാങ്ചന് തോൽക്കാനാണ് പോകുന്നത്. ക്യുവാൻ എന്ന അതിന് ഇതുവരെ ടൈം ആയിട്ടില്ല. അങ്ങനെ വന്നത് പിന്നെ കുറെ പവർ ഉപയോഗിച്ച് ആ റൂളർ വെച്ച് തടഞ്ഞു. എന്നിട്ട് ഫയർ കൂടി ചേർത്ത് വിട്ടു. അവനതിൽ തീർച്ചയായി ഡൗസോങ്ങോ എന്ന് പറഞ്ഞ അതിശയം. എങ്കിലും എന്റെ ഈ സ്കില്ല് നീ ഒന്ന് നോക്കുക, നമ്മുടെ പൗലിയിലെ നൈറ്റ് മെയർ എന്ന് പറഞ്ഞ് ബ്ലഡ് മന്ത്ര എന്നൊരു സ്കില്ല് അത് യൂസ് ചെയ്യുന്നു. അതൊരു ടെറിഫിക്കായ ഒരു പവർ പോലെ ചുവപ്പും കറുപ്പും നിറത്തിൽ അങ്ങനെ ഒരു ഹാൻഡ് പോലെ ഉണ്ടാക്കി അത് അവനെ നേരെ വിടുന്നു. ഷിയോന് ഫ്ലെയിം ഉപയോഗിക്കുന്നു. അവന്റെ മേൽ വന്ന് പതിച്ചു. എല്ലാവരും എന്തായി, അവൻ ഡെഡായോ എന്നൊക്കെ പറയാണ്. എന്നാൽ ഷിയോന് ഹെവൻലി ഗ്രീൻ ഫ്ലെയിം അത് ഉപയോഗിക്കുന്നു. ആ സ്കില്ലിൽ ഹെവൻലി ഫ്ലെയിമിന്റെ മുൻപിൽ ഒന്നും അല്ലാത്ത പോലെ അതില്ലാതാക്കി അത് മുകളിലൂടെ കയറിയിട്ട് വാങ്ചെന്നിനെ അടിച്ചു തീർപ്പിച്ചു. അവന്റെ ശരീരത്തിൽ ഹെവൻലി ഫ്ലെയിമായി മാറുകയും ചെയ്തു. അത് പെട്ടെന്ന് മാറി. എന്നാൽ നല്ല രീതിയിൽ ഇഞ്ചുറി പറ്റി. ഷിയോനായിട്ടുള്ള പ്രശ്നം ഇതോടെ സോൾവ് ആകുമെന്ന് നോക്കാം. ക്യുവാൻ ഷോക്കും ദേഷ്യം. എങ്കിലും അവനെ കൊണ്ടുവന്നിട്ട് പറയുന്നു, അവര് വന്ന് പിടിക്കുമ്പോൾ എനിക്കറിയാം നീ ആരാണെന്ന്. ഷിയോൻ അത് കേട്ടതോടെ അവിടെ ഉള്ളവർ ഇതാണ് ഷിയോൻ എന്ന് പറഞ്ഞ സംസാരം. ഷിയോൻ എന്താണ് നടക്കരുത് എന്ന് വെച്ചത് അത് തന്നെ സംഭവിച്ചു. അത് വിൻഡ് തണ്ടർ നോർത്ത് പൗലിയിലെ പ്രോബ്ലം. വിൻഡ് തണ്ടർ പൗലിയിൽ ഷിയോനെ പിടിക്കാനായിട്ട് നോക്കുന്നത് ഫൈറ്റ് ചെയ്യാനായിട്ടുള്ള പ്രശ്നം എല്ലാം കൊണ്ട് ഷിയോന് പ്രശ്നം തന്നെ. ഫെങ്കുങ്ങർ ഇവനെന്ത് ധൈര്യത്തിലാണ് ഇവിടെ വന്നത് എന്ന് വിചാരിക്കണം. അതുപോലെ ലൂയും മറ്റു 3 പേരുടെ 9 തണ്ടർ ഫോർമേഷൻ ബ്രേക്കാക്കി അവരെ അടിച്ചു ഫൈറ്റ് ചെയ്യാൻ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ലയും കേൾക്കുകയാണ്. ക്യുവാൻ ഇവനാണ് ഷിയോൻ, എങ്കിൽ പിന്നെ ഇവർ തന്നെ നോക്കിക്കോളും എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇരിക്കുന്നു. ലിന്യാൻ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിക്കോളാം. ഫൈറ്റ് ചെയ്യാൻ വന്ന് അടിക്കാനായിട്ട് തുടങ്ങി. ഇനി ആ മാസ്കിന്റെ ആവശ്യമില്ലല്ലോ, ആ മാസ്ക് ഒക്കെ എടുത്തു കളഞ്ഞു. അവനെ കൈ ഉപയോഗിച്ച് കുത്തുന്നു. എന്നാൽ അത് ഇലൂഷറി ബോഡി ആയിരുന്നു. എന്താ എന്നെ പിന്നെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടോ? അതിന് നിന്നെ കുറെ നാളായിട്ട് കണ്ടു, അല്ല കുറെ നാൾക്ക് ശേഷം കണ്ടു. നീ ഇപ്പോൾ ഇമ്പ്രൂവ് ആയി ബാറ്റില്ല, അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞ് പിന്നെ 2 പേര് തമ്മിൽ ഫൈറ്റ് തുടങ്ങി. അതൊരു വഴിക്ക് പോകുമ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന ലെയ്ക്കാട്ടെ ദേഷ്യം അല്ല അറ്റാക്ക് ചെയ്യാൻ എന്ന രീതിയിൽ പവർ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ഷിയോനെ കണ്ടിട്ട് ലെയ്യിനോട്, നിങ്ങൾ വെന്റ് തണ്ടർ പൗലിയിലെ ലീഡറാണ്, അതുപോലെ ഡൗ വെനറേറ്റ്, നിങ്ങളുടെ ഒരു അറ്റാക്കിൽ എനിക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് പോലും അറിയില്ല എന്ന് ലൈ ഇതിൽ പെട്ടെന്ന് ആക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുന്നു. അത് ഒരുവിധ സക്സസ് ആയതുപോലെ ഫെയ്റ്റ് ചെയ്യാനുള്ളപ്പോൾ ഞാൻ ഇന്റർഫേസ് ചെയ്യില്ല എന്ന് പറയുകയാണ്. ഫെയ്റ്റ് ചെയ്യാൻ എന്ന ഷിയോന് കാരണം അവന്റെ റെപ്യൂട്ടേഷൻ പോയി, എന്തുവരോടത്തും ഇന്ന് കാണിച്ചു കൊടുക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചാണ് ഫൈറ്റ് വന്നത്. അങ്ങനെ 2 പേരും പിന്നെ ഫൈറ്റ് ചെയ്ത് ആകാശത്തേക്ക് പോയി. മുകളിൽ കടന്ന് 2 അടി, കുറെ പൊട്ടിത്തെറികൾ മാത്രം കാണാം. എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കി നിൽക്കുകയാണ് ബാക്കിയുള്ളവരും. അത് കഴിഞ്ഞ് താഴേക്ക് വരുന്നു. ഫൈറ്റ് ചെയ്യാൻ ഒരു വലിയ ലൈറ്റനിങ് സ്കില്ല് അത് യൂസ് ചെയ്ത് ഷിയോന്റെ മേൽ അത് റൂളർ വെച്ച് തടയുന്നത് പോലെ. ഷിയോൻ ഫൈറ്റ് ചെയ്യാൻ തമ്മിൽ എപ്പോഴും നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. മുൻപ് വരെ മറ്റാളുടെ ഹെൽപ്പായിരുന്ന ആരുടെ ടൈൻഹൂന്റെ എന്ന് ഇപ്പോൾ ഒറ്റയ്ക്കാണല്ലോ. അപ്പോഴാണ് ആ റിങ് അത് തിളങ്ങി. അത് കണ്ടപോലെ ഫെങ് എന്തോ മനസ്സിലാക്കിയിട്ട് നേരെ ചെന്ന് ഹെൽപ്പ് ചെയ്തു. ഫൈറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്, ഇത് ഷിയോന് നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്, എന്തിനാണ് നിങ്ങൾ ഇടപെടുന്നത്? ഫെങ് എന്നാ സിമ്പിളായിട്ട് അടിച്ചിട്ട് ഈ റിങ് ഇത് എവിടെ നിന്നാണ്
നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിയപ്പോൾ ഷിയോൻ അത് എൻ്റെ മാസ്റ്ററാണ്. അത് കേട്ട് ഷോക്ക്. ഞാൻ അങ്ങനെ കൺഫേം ചെയ്യുന്ന ചോദിക്കുമ്പോഴാണ് ആ സോൾ മാർക്ക് ആ ബോൾജിലിയൻ ഫ്ലെയിം അതുകൂടി കാണിച്ചു കൊടുത്തു. അത് കണ്ടവിടെ ഇത് മാസ്റ്ററിന്റെ തന്നെയാണെന്ന് മനസ്സിലായി. ഞാൻ പോയിസം ബാധിച്ചു കിടന്നപ്പോൾ മരിക്കാറായ അവസ്ഥയെ പോലും അന്ന് ഈ ഫ്ലെയിം ഉപയോഗിച്ചാണ് എന്നെ രസിച്ചത്. ഇപ്പൊ എന്ത് ചെയ്യുന്നെന്ന് ചോദിക്കുമ്പോൾ ടീച്ചറിനെ സോൾ ഹാൾ പഠിച്ചു. അത് കേട്ട് പിന്നെ ഷോക്ക്. ആദ്യം ഇത് തീർക്കാം. എൻ്റെ യഥാർത്ഥ പേര് ഫെങ്ഷിയൻ എന്നാണ്. നീ ആളുടെ സ്റ്റുഡൻ്റ് ആണല്ലേ? അതേ എന്ന് പറയാണ്. നിനക്ക് കുഴപ്പമില്ലെങ്കിൽ എന്നെ ടീച്ചറായിട്ട് കണ്ടു. അവന് നന്ദി പറയുന്നു. അവിടെ ഉള്ളവർക്ക് ഇതെന്താ സംഭവം എന്ന രീതിയിൽ ലെയ്യും ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആലോചിച്ചിട്ട് ഷിയോനെ ആ തടഞ്ഞ അതിൽ ഫെങ്ഷിയാനോട് ഹെൽപ്പ് ഫെങ്ഷിയാൻ ഹെൽപ്പ് ചെയ്തത് ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ എന്ന പോലെ ഇന്ന് മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ ഫോളോ ചെയ്യും എന്ന് ഷിയോനെ തൊടാൻ വിൻഡ് തണ്ടർ പൗലിയിൽ ആരെ സമ്മതിക്കില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പൗലിയും തമ്മിൽ റിലേഷൻഷിപ്പിന് പ്രോബ്ലം ഉണ്ടാകും എന്ന് അറിഞ്ഞിട്ട് തന്നെയാണോ? അധികം സംസാരിക്കാൻ താല്പര്യമില്ല. എൻ്റെ ഡിസിപ്ലിനെ തൊട്ട ഒരു ഫൈറ്റിന് റെഡിയാണ്. ലൈവ് ഒരു അതിശയം. എങ്കിൽ നമ്മുടെ 3000 ലൈറ്റനിങ് സീക്രട്ട് ആയിട്ട് പഠിച്ചു. അതുപോലെ ഇലൂഷറി ബോഡി അതിനെന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ശിവൻ 3000 ലൈറ്റനിങ് എനിക്കൊരു ഓഡിഷൻ ഹൗസിൽ നിന്ന് ഒരുപാട് വർഷം മുമ്പ് കിട്ടിയതാണ്. എനിക്കറിയില്ലായിരുന്നു ഇതൊരു പൗലിൻ്റെ ആണെന്ന്. ഇലൂഷറി ബോഡി ഫേട്ട് ചെയ്യാൻ എന്നെ തിരികെ കൊടുത്തു. അതുകൊണ്ട് വേറെ ഒന്നുമില്ല പറയില്ല. അതുകൊണ്ട് തന്നെ ഷിയോനെ ഫേട്ട് ചെയ്യാൻ തമ്മിൽ ഫൈറ്റ് ചെയ്യട്ടെ. അതിലൊരു പ്രോബ്ലം ഉണ്ടല്ലോ, അവർ തമ്മിലുള്ള ഗ്യാപ്പ് അതുപോലെ സ്ട്രെങ്തും. അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അതൊക്കെ കേട്ടപ്പോൾ ഇത്രയൊക്കെ കാണിച്ചിട്ട് ഷിയോനെ വെറുതെ വിടാൻ കഴിയുമെന്നാണോ പറയുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യം കാണിക്കാൻ തുടങ്ങി. അവിടെ വെറുത്തനമായ ലൈറ്റനിങ് ഒക്കെ വരുന്നു. ഒരു ഫൈറ്റിന് എന്ന പോലെ അതിന് ഓക്കെ എന്ന രീതിയിൽ ഫെങ്ഷിയാനും തിരികെ. അതവിടെ നടക്കുമ്പോൾ ഫെങ്ക് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യാം. ഇതിൽ നീ തോറ്റാ ഒരിക്കലും ലൈറ്റനിങ് പവർ ഉപയോഗിക്കരുത്. ഞാനാണെങ്കിൽ ഇതോടെ എല്ലാം മറക്കാം. മറ്റൊരും ഇതിൽ ഇടപെടരുത് എന്നോട് പറയുന്നു. ഇതാണ് കറക്റ്റ് എന്ന് ജിയാൻ. ഇത് ഉറപ്പാണോ എന്നില്ലേ? ഫെങ്ഷിയാനും ഷിയോനോട് അവൾ നോർമൽ ടോസോങ് അല്ല, അവളുടെ സ്കില്ല് വളരെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു പോയി. ലയും പോയി അവൾ നടന്നു വന്നിട്ട് വിൻഡ് തണ്ടർ പൗലിയിൽ നിന്ന് ഫെങ്കുങ്ങർ ഫൈറ്റിന് റെഡിയാണ്, അവന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ ഫൈറ്റ് തുടങ്ങി. അവൻ വെച്ച ഷീൽഡ് അതും പൊട്ടിപ്പോയി. അതിന്റെ പേര് തണ്ടർ വിൻഡ് ബാറ്റിൽ എനർജി. എളുപ്പത്തിന് വള്ളി എന്ന് പറയാം. എന്താണ് അങ്ങനെ അവരുടെ ഫൈറ്റ് പോകുന്നു. അവളുടെ ബാറ്റിൽ സ്കില്ല് ആക്യുറേറ്റ് എല്ലാം കണ്ട് ഷിയോനാട്ടെ അതിശയം. മുൻപത്തെ പോലെ അല്ല. അവളുടെ അറ്റാക്കില് ലക്കനൊക്കെയാണ് പോകുന്നത്. ഷിയോനോട് മുൻപ് മാസ്റ്റർ ഫെങ് അതായത് ഫൈറ്റ് ചെയ്യാൻ ആയിട്ട് മത്സരിച്ചപ്പോൾ നീ കണ്ട ട്രിക്ക് അത് കൊള്ളാം, എന്നാൽ നീ ഇപ്പോൾ ഉള്ളത് എന്റെ മുൻപിലാണ്, അത് വർക്കായില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഷിയോനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ ആ വള്ളി അത് കാരണം പറ്റുന്നില്ല. അത് ഫ്ലെയിം വെച്ച് ഇടയ്ക്ക് ഇല്ലാതാക്കുന്നുണ്ട്. എന്നാൽ ഒന്നല്ല ഒരുപാട് എണ്ണമാണ് വരുന്നത്. അവിടെ ഒരു മാസീവ് സ്കില്ല് അത് യൂസ് ചെയ്യാനായിട്ട് വരുമ്പോൾ എതിർക്കാനായിട്ട് റൂളർ സ്കില്ല് അത് കുറച്ചു നേരം പോകുന്നു. അവൻ പാടുപെട്ട എതിർക്കുന്നേ എന്ന് കാണാം. അവള് പിന്നെ വള്ളി അത് എല്ലാം തിരിച്ചു എടുത്തിട്ട് വിൻഡ് തണ്ടർ സാക്രിഫൈസ് എന്നൊരു സ്കില്ല് അത് ഉപയോഗിക്കുന്നു. അവന് ആ വള്ളി ചുറ്റുന്നത് പോലെയും അവളുടെ കയ്യിൽ ലൈറ്റനിങ് പോലെ ഒരു പവർ. ഷിയോൻ നിന്റെ ലൈഫ് എൻ്റെ ഒരു ഫിംഗറിൽ എടുക്കുകയാണ് എന്ന് പറഞ്ഞു വിടുന്നു. അത് അവിടെ മുഴുവൻ ഒന്ന് ഷേക്കാക്കുന്നത് പോലെ അവന്റെ റൂളർ സ്കില്ലിന്റെ ഷീൽഡ് പൊട്ടിച്ച് അവിടെ മുഴുവനായി. അവൻ എന്ത് പറ്റിയെന്ന് അറിയാതെ ഫെങ്ഷിയൻ ഒരു അറ്റാക്കിന് എന്ന പോലെ ലൈ തിരിച്ച് റെഡിയായി. കുറച്ചു നേരം ഒന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഉള്ളിലായിട്ടൊരു താമര, അതായത് ആംഗ്രി ബുദ്ധ ലോഡ്സ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തൊക്കെയാണോ കാണാൻ പോകുന്നത്? ഷിയോനിൽ ബാധിച്ച ആ റെഡ് ഡോട്ട് അതുവഴി ഷിയോന് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് കാണാം. കാരണം അന്ന് തന്നെ ഒരു ഡ്രോപ്പിന് തന്നെ എത്രമാത്രം ഡൗക്കിയാണ് കയറിയെന്ന് കണ്ടതാണ്. അപ്പോൾ ഇതൊരു ഹ്യൂജ് ആകുമല്ലോ. അപ്പോൾ അതൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.